നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറയാറുണ്ട്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ആവേശകരമായ ഒരു കാര്യമാണ്. ഐക്യമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യനിവാസികളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ രാജ്യത്തെ വെട്ടിമുറിക്കാതെ ഒരൊറ്റ രാജ്യമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എന്ന് മുതലാണ് ഈ രാജ്യം അഖണ്ഡ ഭാരതമായതും, എന്ന് മുതലാണ് ഈ രാജ്യം ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു രാജ്യമായി മാറിയത് എന്ന് ചോദിച്ചാൽ 1000 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്നലകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. കോഴിക്കോട്ടുള്ള രാജാവ് എന്ന് വേറെയാണ്, വടകരയിലെത്തുമ്പോൾ രാജാവ് മാറുന്നു, അവിടെ രാജ്യവും മാറുന്നു. ഇപ്പുറത്തേക്ക് തെക്ക് ഭാഗത്ത് പോയാൽ ഏറനാട് വേറെ രാജ്യമാണ്, അതിനപ്പുറത്ത് പോയാൽ വേറെ രാജ്യമാണ്, വയനാട് ഭരിക്കുന്നത് വേറെ രാജാവാണ്. ഇങ്ങനെ നാട്ടുരാജ്യങ്ങൾ. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ എത്ര രാജ്യമുണ്ടായിരുന്നു, എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു, അവർക്കൊക്കെയും പട്ടാളമുണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ ഭരണ രീതികൾ ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് എണ്ണിയാലൊടുങ്ങാത്ത നാട്ടുരാജ്യങ്ങളായി കഴിഞ്ഞപ്പോ അവിടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഉച്ചനീചത്വത്തിനെതിരെ, ജാതീയതക്കെതിരെ, പിന്നോക്കാവസ്ഥക്കെതിരെ നടന്നിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങളുണ്ട്. അവിടങ്ങളിൽ നടന്നിട്ടുള്ള വിമോചന പോരാട്ടങ്ങളുണ്ട്. ആ വിമോചന പോരാട്ടങ്ങൾ പരസ്പരം ഐക്യപ്പെടുകയും ആ വിമോചന പോരാട്ടങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുകയും ആ നവോത്ഥാന പരിശ്രമങ്ങൾ അത് ഐക്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഈ ആയിരക്കണക്കായ നാട്ടുരാജ്യങ്ങൾ ഏക ഇന്ത്യയായി മാറിയത് എന്ന ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അയ്യങ്കാളിയുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, വക്കം മൗലവിയുടെ, അങ്ങനെ ഈ രാജ്യം കണ്ട, നമ്മുടെ നാട് കണ്ട പരിഷ്കാരികളുടെ, പോരാളികളുടെ, നവോത്ഥാനദായകന്മാരുടെ പരിശ്രമം, ചൂറിൽ കഴിയുന്ന, ചളിയിൽ കഴിയുന്ന, ഭക്ഷണത്തിന് അവകാശമില്ലാത്ത, ചികിത്സക്ക് അവകാശമില്ലാത്ത, വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാത്ത, മനുഷ്യരായി അറിയപ്പെടാൻ പോലും അവകാശമില്ലാത്ത, എന്തിന് ഉപ്പ് എന്ന് പറയാൻ അവകാശമില്ലാത്ത, പുളിക്കുന്നത് എന്നല്ലാതെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അടികിട്ടേണ്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തില്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ജീവിതം കൊടുത്ത്, അവർക്ക് ജീവൻ കൊടുത്ത്, അവർ മനുഷ്യരാണെന്ന് പ്രഖ്യാപിച്ച്, മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവരെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ അഖണ്ഡ ഭാരതം പോലും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ക്വിറ്റ് ഇന്ത്യ എന്ന പ്രക്ഷോഭം, ആ മുദ്രാവാക്യം ശക്തിപ്പെടുകയും ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്തപ്പോ ആ നടത്തിയ നവോത്ഥാന നായകന്മാരോട്, ആ വിമോചന പോരാളികളോട്, ആ വിമോചന പോരാട്ടത്തോട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ നടത്തിയ കരാറാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കാണുന്ന സംവരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ജാതീയതയിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിലേക്കുള്ള പരിവർത്തനത്തിന്റെ ആയുധമാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നത്. അതൊരു ഔദാര്യത്തിന്റെ പേരല്ല, ആർക്കോ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടിന്റെ പേരല്ല. അത് ജാതിയിൽ താഴ്ന്നവന് ലഭിക്കുന്ന ആനുകൂല്യമല്ല, അത് ജാതിയിൽ താഴ്ത്തപ്പെട്ടവന്റെ ഔദാര്യമാണ്. ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് പോരാടിക്കൊണ്ടിരുന്ന പോരാളികളോട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ നടത്തിയ കരാറാണ് സംവരണം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അതിനെ ഇന്ന് വിലയിരുത്തപ്പെട്ടിട്ടില്ല, ആ അർത്ഥത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ രാജ്യത്തെ സംവരണത്തിന് അർഹരായിട്ടുള്ള ആളുകൾ പോലും ഈ സവർണൻ എഴുതി കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുകയും അവൻ കൊടുക്കുന്ന കൊടികൾ ഈ വാനിൽ പറത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും അടിമത്തത്തിന്റെ നുകമ്പേറിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം ഇവിടെയുള്ള അവർണർക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇനിയും ഈ ജാതി മേൽക്കോയ്മ തുടരുന്നതിന്റെ ന്യായമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അതിനുവേണ്ടി ജനസമ്പർക്ക പരിപാടികളുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ, ഈ ഒരു ബോധമുണ്ടായി കഴിഞ്ഞാൽ ഉച്ചനീചത്വത്തിനെതിരെ, ഈ തരത്തിലുള്ള സവർണരുടെ ജാതി മേൽക്കോയ്മക്കെതിരെ, ഇവിടുത്തെ വിഭവങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെ അതിശക്തമായ പോരാട്ടവുമായിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ഇത്തരം വിഷയങ്ങൾ സജീവമായി ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ മെറിറ്റിനെ കുറിച്ച് പറയാറുണ്ട്. നിങ്ങൾക്ക് യോഗ്യത നേടിയെടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. ആരോടാണ് യോഗ്യത നേടിയെടുക്കാൻ പറയുന്നത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജാതീയമായ ഒരു പൊതുബോധമുണ്ടല്ലോ. ഈ രാജ്യത്ത് ജാതിയിൽ താഴ്ത്തപ്പെട്ട ഈഴവരുൾപ്പെടെയുള്ള ആളുകൾ, ഇവിടുത്തെ പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ, ഇവിടുത്തെ ആദിവാസി, ഇവിടുത്തെ ദലിതൻ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് പഠിക്കാനും പരീക്ഷ എഴുതാനും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും ഉള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമല്ല ഇവിടെയുള്ള മുന്നോക്കക്കാരനുള്ളത്.
സവർണനുള്ളത്, ഇവിടെയുള്ള സവർണനുള്ളത്. അവന് പ്രത്യേകമായ പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്താണ് ആ പ്രിവിലേജിന്റെ ഉദാഹരണം എന്നറിയുമോ? ഈ അയ്യങ്കാളി മുതൽ ശ്രീനാരായണ ഗുരു മുതൽ പക്കം മൗലവി മുതൽ കേരളത്തിന്റെ തെരുവുകളിലൊക്കെ സമരം നടത്തിക്കൊണ്ടിരുന്നിട്ട്, ഈ ജാതീയതക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരുന്നിട്ട് ഭരണഘടനാ ശില്പികള് സംവരണം എന്ന കരാറ് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന് ദലിതന് നൽകിയിട്ട് ഇന്നും നടപ്പിലാകാത്ത വിമോചനമുണ്ടല്ലോ, ഇന്നും മര്യാദയ്ക്ക് നടപ്പാക്കാൻ കഴിയാത്ത സംവരണമുണ്ടല്ലോ. ഒരൊറ്റ പ്രകടനം നടത്താതെ, ഒരു ജാഥ നയിക്കാതെ, ഒരു സമ്മേളനം നടത്താതെ, ഒരു പൊതുയോഗം നടത്താതെ, ഒരു ചാനലിലും ചർച്ച ചെയ്യാതെ ഇവിടുത്തെ സവർണരായ ആളുകൾ മുന്നോക്ക സംവരണം നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത്, മനുഷ്യനെ കുറിച്ച് പറയണമെന്ന് പറയുന്നവർ ഭരിക്കുന്ന കാലത്ത് ദേവസ്വം ബോർഡിലേക്ക് അവർ സംവരണം നേടി മുന്നോട്ട് വരികയാണ്. ഇവിടെയുള്ള സംവരണത്തിൽ നിന്ന് വെട്ടിക്കുറച്ചുകൊണ്ട് ഇവർ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരൻ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ മുന്നോക്കക്കാരിൽ മാത്രം പിന്നോക്കക്കാരൻ ഉണ്ടാകുന്നത്? പിന്നോക്കക്കാരനിലെ പിന്നോക്കക്കാരനെ കുറിച്ച് എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? അവരുടെ പട്ടിണിയെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയാത്തത്? സിനിമകളിൽ മുഴുവനും ഇവിടുത്തെ സവർണൻ കാണിച്ചു കൂട്ടിയത് അഗ്രഹാരത്തിലെ പട്ടിണിയെ സംബന്ധിച്ചാണ്, ഇവിടുത്തെ നമ്പൂരി ഇല്ലങ്ങളിലെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചാണ്. എന്തേ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെ കൂരകളിലെ തൊഴിലില്ലായ്മ സിനിമയിൽ നിങ്ങൾക്ക് വിഷയമാകാത്തത്? എന്തുകൊണ്ടാണ്? ഞാൻ തറവാടിത്തമുള്ള നായരാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ തറവാടിത്തമുള്ള പുറമാണ് എന്ന് ഒരൊറ്റ കഥാകൃത്തിനും ഒരു തിരക്കഥാകൃത്തിനും എഴുതാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ചെറ്റയെന്നും ചാറയെന്നും തെറിവാക്കാവുകയും ഇല്ലമെന്നും അതുപോലെയുള്ള വാക്കുകൾ തെറിവാക്കാവാതെ പോയതും എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉയർന്ന ജാതിക്കാരനുള്ള പ്രിവിലേജ്, അവനുള്ള പ്രത്യേകമായ ആനുകൂല്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആനുകൂല്യം ആരും ആവശ്യപ്പെടാതെ തന്നെ സംവരണം ലഭിക്കുന്ന, ആരും ആവശ്യപ്പെടാതെ തന്നെ ധനസഹായം ലഭിക്കുന്ന, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വീട് നന്നാക്കാൻ സർക്കാർ അനുവദിക്കുന്ന ഫണ്ടും, ഈ രാജ്യത്തെ അഗ്രഹാരങ്ങൾ അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കുന്ന ഫണ്ടും തമ്മിലുള്ള അന്തരം മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കണം. എവിടെയാണ് മുന്നോക്കക്കാരന്റെ പ്രിവിലേജ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്താണ് സവർണരായ ആളുകളുടെ പ്രത്യേക ആനുകൂല്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ പ്രത്യേക ആനുകൂല്യം വെച്ചുകൊണ്ട് പഠിക്കുകയും അങ്ങനെ പരീക്ഷ എഴുതുകയും അങ്ങനെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരെ അഭിമുഖീകരിക്കുകയും അങ്ങനെ എല്ലാ പ്രിവിലേജോടും കൂടി ഈ രാജ്യത്ത് ആ സവർണരായ ആളുകൾ ഭരണശിരാകേന്ദ്രങ്ങളിൽ എത്തുന്നു. അവിടെയാണ് ഈ തെറ്റായ പൊതുബോധത്തെ അതിജയിച്ചുകൊണ്ട് എല്ലാ പ്രാതികൂല്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള ഒരാൾക്ക് ജോലി നേടാൻ സാധിക്കേണ്ടത്, താഴെ തട്ടിലുള്ള ഒരാൾക്ക് അധികാരത്തിലെത്താൻ കഴിയേണ്ടത്, താഴെ തട്ടിലുള്ള ഒരാൾക്ക് MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ചോറിലും ചളിയിലും പണിയെടുക്കുന്ന, ഈ രാജ്യത്തെ ജാതിയിൽ താഴ്ത്തപ്പെട്ടവരുടെ മേൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ വരേണ്യതയുടെ പൊതുബോധമുണ്ടല്ലോ, സവർണതയുടെ പൊതുബോധമുണ്ടല്ലോ, ആ സവർണതയുടെ പൊതുബോധമാകുന്ന കെട്ടഴിച്ചിട്ട് നിങ്ങൾ ഓടാൻ പറഞ്ഞു നോക്കൂ, കെട്ടഴിച്ചിട്ട് നിങ്ങൾ അധ്വാനിക്കാൻ ആവശ്യപ്പെട്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾ യോഗ്യതയെ കുറിച്ച് പറഞ്ഞു നോക്കൂ. ഈ രാജ്യത്ത് എന്നും പണിയെടുത്ത് അധ്വാനിച്ച ജനവിഭാഗം അവരുടെ ആരോഗ്യത്തോടുകൂടി, അവരുടെ എല്ലാ കരുത്തോടും കൂടി, സാമ്രാജ്യത്വത്തെ ആട്ടോടിച്ച കരുത്തോടുകൂടി അവരോട് മുന്നിലെത്തും. നിങ്ങൾ കയ്യും കാലും കെട്ടിയിട്ടതിന് ശേഷമാണ് ഇവിടെ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യോഗ്യതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നത്. എന്ന് മാത്രമല്ല, ഈ മെറിറ്റിന്റെ വാദം തന്നെ എടുക്കുക. ആ മെറിറ്റ് വാദം വാദിച്ച ആളുകൾ, യോഗ്യതയാണ് വേണ്ടതെന്ന് പറഞ്ഞ ആളുകൾ, കഴിവുകൾ നേടുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ, എന്നാൽ സവർണന്റെ സംവരണം വന്നപ്പോഴോ മെറിറ്റിനെ കുറിച്ചും ഉണ്ടെന്നില്ല. സവർണരുടെ സംവരണം വന്നപ്പോ എന്നാൽ അവിടെ ചോദിക്കണ്ടേ, യോഗ്യത നേടി മുന്നോട്ട് പോവുകയാണല്ലോ വേണ്ടത്, നിങ്ങൾക്ക് എന്തിനാണ് സംവരണമെന്ന് ഒരാൾ പോലും ബ്രാഹ്മണനോട് ചോദിച്ചില്ലല്ലോ, ഒരാൾ പോലും സവർണനോട് ചോദിച്ചില്ലല്ലോ. അവിടെ എത്തുമ്പോൾ മെറിറ്റുവാദികൾ മൗനം പാലിക്കുകയാണ്. അഥവാ എല്ലാ തരത്തിലുള്ള എതിർവാദങ്ങളും ഉള്ളത് ഈ രാജ്യത്തെ അവർണന നേരെയാണ് എന്ന് ജാതിയിൽ സുപ്രീം കോടതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജഡ്ജിമാരിൽ എത്ര ആളുകൾ ജാതിയിൽ താഴ്ത്തപ്പെട്ട ജനസമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഹൈന്ദവ മതത്തിലെ തന്നെ ധാരാളക്കണക്കായിട്ടുള്ള താഴ്ത്തപ്പെട്ട ജാതിയിൽ
നിന്ന് എത്ര ആളുകളാണ് പോയത് നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാര്, MLA-മാര്, നിയമനിർമ്മാണ സഭ, സെക്രട്ടേറിയറ്റ് എന്തെല്ലാം തീരുമാനിച്ചാലും ചർച്ച ചെയ്താലും ഇൻകിലാബ് വിളിച്ചാലും പ്രതിഷേധിച്ചാലും ഒടുവിൽ ഭരണം നടക്കേണ്ടത് ആരിലൂടെയാ? ഭരണം നടക്കേണ്ടത് സെക്രട്ടറിമാരിലൂടെയാ. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിമാരുടെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. ഐക്യ കേരളം രൂപപ്പെട്ട് നാളിതുവരെയുള്ള ചീഫ് സെക്രട്ടറിമാരിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പട്ടികജാതിക്കാരനെ കാണാൻ കഴിയുമോ? ഒരു ഈഴവനെ കാണാൻ കഴിയുമോ? എന്തുകൊണ്ടില്ലാതെ പോയി? കഴിവില്ലാത്തത് കൊണ്ടില്ലാതെ പോയതാണോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സവർണർക്ക് മാത്രമാണ് ബുദ്ധിയുള്ളത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടുത്തെ സവർണർക്ക് മാത്രമാണ് യോഗ്യതയുള്ളത് എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഇനി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഒപ്പം കൂടി പറയേണ്ടത് അത് തുറന്നു പറയുക എന്നതാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന്, നിങ്ങൾക്ക് ശേഷിയില്ല എന്ന്, നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന്, നിങ്ങൾക്ക് കഴിവ് നേടാൻ സാധ്യമല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? അവരുടെ പുറത്ത് ചവിട്ടിക്കൊണ്ടാണ് നിങ്ങൾ അധികാര സിംഹാസനങ്ങളിലേക്ക് കയറി പോകുന്നത്. അവരെ കുനിച്ചു നിർത്തി അവരുടെ അവകാശങ്ങളെ ചവിട്ടി മെതിച്ച് അവരുടെ മുതുകിൽ ചവിട്ടിക്കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ പക്ഷങ്ങളും പാർട്ടികളും ഭരണത്തിലേക്ക് കയറി പോകുന്നത്. നിങ്ങൾക്ക് ഇൻകിലാബ് വിളിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി തല്ലാനും, നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും, നിങ്ങൾക്ക് വേണ്ടി ചാവാനും, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനും, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും നിങ്ങൾക്ക് അവർണർ ആവശ്യമുണ്ട്, ജാതിയിൽ താഴ്ത്തപ്പെട്ടവർ ആവശ്യമുണ്ട്. ഇനി അഥവാ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ സംഘർഷമുണ്ടായാൽ തല്ലുന്നതും ചാവുന്നതും കൊല്ലുന്നതും ചാവുന്നതും ജാതിയിൽ താഴ്ത്തപ്പെട്ടവരാകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരോടത് തുറന്നു പറയുകയില്ല. അവർക്ക് നിങ്ങൾ കോളനികൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഹരിജൻ കോളനി ഉണ്ടാക്കി കൊടുക്കും, 4 സെന്റ് കോളനി ഉണ്ടാക്കി കൊടുക്കും, പലതരം പേരുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾ അവരെ അരുക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തേ കേരളത്തിന്റെ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് താമസിച്ചുകൂടെ? എന്തുകൊണ്ടാണ് ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റിയ കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക്, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഉപ്പായിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് പൊതുമനുഷ്യരുടെ കൂടെ താമസിച്ചു കൂടാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഭൂമി വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ലാത്തത്? ഈ രാജ്യത്തെ കുത്തക കമ്പനിക്കാരന്റെ കയ്യിൽ ഹെക്ടർ കണക്കിന് ഭൂമി നിലവിലുള്ളപ്പോ അവരുടെ അടച്ചു വീട്ടാത്ത നികുതി നിങ്ങൾ എഴുതി തള്ളുമ്പോ, അവർ അടച്ചു വീട്ടാത്ത വൈദ്യുതി ബില്ല് നിങ്ങൾ എഴുതി തള്ളുമ്പോ, അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തേ അവരിൽ നിന്നൊരു ഭാഗം പിടിച്ചെടുത്ത് ഇവിടെ ഭൂമിയില്ലാത്തവന് കൃഷി ചെയ്യാൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? അവരെ നിങ്ങൾക്ക് പാർശ്വവൽക്കരിക്കണം, അവരെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി നിർത്തണം. നിങ്ങളുടെ വോട്ട് ബാങ്കായിക്കൊണ്ട് എല്ലാ കാലത്തും ആവലാദികൾ പറഞ്ഞ്, ഇല്ലായ്മകൾ പറഞ്ഞ്, പോരായ്മകൾ പറഞ്ഞ് നിങ്ങൾ സന്ദർശിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷകളുമായി വരുന്ന ഒരു ജനസമൂഹം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഒരുപാട് കാലം മുമ്പ് ഈ നാട്ടിൽ ജമ്മിത്തമ്പുരാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഈ രാജ്യത്ത് മുൻഗാമികളായ നവോത്ഥാന നായകന്മാർ പോരാട്ടം നടത്തിയതാരാണോ അന്നത്തെ തമ്പുരാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ അടിമകളായി ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന് തിരിച്ചറിവുണ്ടായപ്പോ ആ തിരിച്ചറിവിൽ ഈ ജമ്മിത്തത്തെ ഒരളവോളം കടപുഴക്കി എറിയാൻ കഴിഞ്ഞെങ്കിൽ ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും, കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഈ ഒരു പ്രക്ഷോഭമുണ്ടല്ലോ, ഈ രൂപപ്പെട്ടു വരുന്ന സമരമുണ്ടല്ലോ, അത് ജനങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഇത് അംഗീകരിക്കാതെ, ഇത് പരിഗണിക്കാതെ, ഇവിടെയുള്ള ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കാതെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന നാളുകളാണ് വരാനുള്ളത്. ജനാധിപത്യം എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യത്തിന്റെ സുന്ദരമായ ഒരു ആവിഷ്കാരമാണ്. ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജനസംഖ്യാനുപാതികമായി രൂപപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എത്രയുണ്ടോ അവരുടെ പ്രതിനിധി അവിടെ വേണം, ക്ഷത്രിയർ എത്രയുണ്ടോ അവരുടെ പ്രതിനിധി അവിടെ വേണം, ഈ രാജ്യത്ത് എത്ര ഈഴവരുണ്ടോ അവരുടെ പ്രതിനിധി വേണം നിയമസഭയിൽ, അവരുടെ പ്രതിനിധി വേണം പാർലമെന്റിൽ. ഈ രാജ്യത്ത് പട്ടികജാതിക്കാരനുണ്ടെങ്കിൽ, പട്ടികവർഗക്കാരനുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അവരുടെ എല്ലാം പ്രതിനിധികൾ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വരണം. എന്നിട്ട് അവിടെ വെച്ചുണ്ടാക്കുന്ന നിയമങ്ങളിൽ അവർക്ക് അനുകൂലമായി വർത്തമാനം പറയാൻ അവിടെ ആളുണ്ടാകണം. ആ ആളുണ്ടാകുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ വികാസം പ്രാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ സജീവമായി വന്നപ്പോഴെല്ലാം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സംഘപരിവാർ ചെയ്ത പണി എന്താണ്? നമ്മൾ അതിനെക്കുറിച്ചും വേണം അല്പം മനസ്സിലാക്കാൻ. ഈ രാജ്യത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച വന്നപ്പോ അന്ന് LK അദ്വാനി രഥയാത്ര നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് മണ്ഡലല്ല വേണ്ടത്, മന്ദിറാണ് വേണ്ടത് എന്ന്.
നമുക്ക് മണ്ഡലമല്ല മന്ദിറാണ് വേണ്ടത്. അദ്വാനി രഥയാത്ര നടത്തി ജാതീയമായി ആളുകളെ, വർഗീയമായി, മതപരമായി ആളുകളെ വിഭജിക്കുകയും തമ്മിൽ തല്ലിക്കുകയും രക്തം ചിന്തുകയും അങ്ങനെ ഒഴുകുന്ന രക്തത്തിൽ നിന്ന് ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയുടെ സൂത്രമാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്. അന്ന് രഥയാത്ര നടത്തിയവരെന്ന് എടുക്കാത്ത നാണയമായി മൂലയിലാണ് എന്നത് ചരിത്രത്തിന്റെ ഒരു കാവ്യനീതി മാത്രമാണ്. ഏതായാലും അന്ന് മണ്ഡലല്ല മന്ദിറാണ് വേണ്ടത് എന്ന പേരിൽ അവർ ചർച്ച അങ്ങനെ യാത്ര നടത്തി ആളുകളെ വർഗീയമായി വിഭജിച്ചു. എന്നിട്ട് ആളുകളെ തമ്മിൽ തല്ലിച്ചു, കലാപമുണ്ടാക്കി. ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ രക്തപ്പുഴകൾ ഒഴുകി. അങ്ങനെ രക്തപ്പുഴയൊഴുകി മന്ദിറിന്റെ പേര് പറഞ്ഞിട്ട് ഒടുവിൽ ബാബരി മസ്ജിദ് തകർത്ത് ആ ബാബരി മസ്ജിദ് നിന്നെടുത്ത് ക്ഷേത്രം പണിയുന്ന പണി ആരംഭിച്ചു. ഇവിടെ ചേറിലും ചളിയിലും പണിയെടുക്കുന്നവൻ, ഇവിടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അതിന്റെ നാലയത്ത് പോകാൻ അവസരം കിട്ടാതെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവൻ, ഇവിടെ എല്ലാ തരത്തിലുള്ള ഓഫീസുകളുടെയും പടിക്ക് പുറത്തു നിർത്തപ്പെട്ടവൻ, അവൻ മന്ദിർ വരുമല്ലോ എന്ന പ്രതീക്ഷയില്, ആഗ്രഹത്തില്, തെറ്റിദ്ധാരണയില് ഈ തമ്പുരാക്കന്മാരുടെ പിറകെ പോയതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ മന്ദിറിന്റെ പേരില്, അതുപോലുള്ള പല മന്ദിരങ്ങളുടെ പേരില് ആളുകളുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ, അവരുടെ സ്വാതന്ത്ര്യബോധത്തെ കെടുത്തിക്കളയാൻ, അവരുടെ പോരാട്ട വീരത്തെ കെടുത്തിക്കളയാൻ ആളുകൾ സൂത്രപ്പണിയുമായിട്ട് വരുമ്പോ, ഗർവാപ്പസി എന്ന് പറഞ്ഞു വരുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് മുസ്ലിമിനെതിരെയുള്ള ഒരു വാക്കാണ് എന്ന്, ഇത് ഈ രാജ്യത്തെ ക്രിസ്ത്യാനിക്കെതിരെയുള്ള വാക്കാണെന്ന്, ഇത് രാജ്യത്തെ ന്യൂനപക്ഷത്തിനെതിരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഗർവാപ്പസി എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി നടക്കാൻ ജാതിയിൽ താഴ്ത്തപ്പെട്ടവന് അവസരമില്ലാത്ത ഒരു കാലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് അതിനർത്ഥം. ഗർവാപ്പസി എന്ന സംഘപരിവാറിന്റെ മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ? വേദം പഠിക്കാൻ ജാതിയിൽ താഴ്ത്തപ്പെട്ടവൻ അവകാശമില്ലാതെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കപ്പെടുന്ന ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ്. കേരളത്തിന്റെ പ്രബുദ്ധതയെ കുറിച്ച് നാം പറയുന്നു. മാറുമറക്കാൻ ജാതിയിൽ താഴ്ത്തപ്പെട്ട പെണ്ണിന് അവകാശമില്ലെന്ന് മാത്രമല്ല, അഥവാ ഒരു പെണ്ണ് മുലക്കച്ച കെട്ടിയാൽ അതിന് മുലക്കരം കൊടുക്കേണ്ടി വരുന്ന പഴയ ഇന്നലകളുണ്ട്. ആ ഇന്നലകളിലേക്കുള്ള തിരിച്ചുപോക്കിനെയാണ് തറവാട്ടിലേക്ക് മടങ്ങുക ഗർവാപ്പസി എന്ന സംഘപരിവാർ പറയുന്നത്. ഇത് ഏതെങ്കിലും മതത്തിനെതിരാണെന്ന്, പള്ളിക്കെതിരാണെന്ന്, മസ്ജിദിനെതിരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കലുകളുമായി വരുന്നവരോട് തിരിച്ചറിവിന്റെ എതിര് പറയാൻ, മറുത്തു പറയാൻ ഈ രാജ്യനിവാസികൾക്ക് കഴിയുമെങ്കിൽ, ഈ രാജ്യത്ത് നിഷേധിക്കപ്പെട്ട നീതി ഞങ്ങൾ പിടിച്ചു വാങ്ങുമെന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഭരണഘടനാ ശില്പികൾ നൽകിയ കരാറ് പാലിക്കാനുള്ള ബാധ്യത ആ ഭരണഘടന നിർവഹിക്കുന്ന, അത് കൊണ്ടു നടക്കുന്ന ഇവിടുത്തെ ജുഡീഷ്യറിക്കുണ്ട് എന്ന്, ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് എന്ന്, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട് എന്ന്, ഇവിടുത്തെ പാർട്ടികൾക്ക് മുന്നണിക്കുണ്ട് എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ, അങ്ങനെ സാധ്യമാണെങ്കിൽ വിജയം യാതൊരു നിലക്കും നമുക്ക് നിരാശ നൽകുന്നതല്ല, വിജയം തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ ഈ ശബ്ദം കേട്ട് വിറക്കാതിരിക്കില്ല. അവരെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ തീർച്ചയായും ഇത് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ല. കാരണം ജനാധിപത്യത്തിൽ എണ്ണം വളരെ പ്രധാനമാണ്. ഈ എണ്ണം നോക്കുമ്പോ, ജനസംഖ്യ നോക്കുമ്പോ ആനുപാതികമായിട്ട് അടിമകളാക്കി വെക്കപ്പെട്ടവരാണ് ഭൂരിപക്ഷം എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർണരായ, അടിച്ചമർത്തപ്പെട്ടവരായ, ജാതിയിൽ താഴ്ത്തപ്പെട്ടവരാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ആ ഭൂരിപക്ഷത്തെ നാടിന്റെ നേര് സ്ഥാപിക്കുന്നതിൽ, നെറി സ്ഥാപിക്കുന്നതിൽ, നീതി സ്ഥാപിക്കുന്നതിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമ്മുടെ കൂടെയുള്ളതാണ്. വെൽഫെയർ പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇങ്ങനെ തെരുവ് പ്രചരണമായി കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ, നമ്മുടെ ഗൃഹസമ്പർക്ക പരിപാടികളിലൂടെ, നമ്മുടെ ചർച്ചകളിലൂടെ ഈ രാജ്യനിവാസികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തന്നെ, അവരെ ആ അർത്ഥത്തിൽ ബോധവൽക്കരിക്കാൻ തന്നെ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പരിപാടികൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നത്. നമ്മൾ നിഷേധിക്കപ്പെട്ട് നമ്മുടെ മുന്നണിയിലെ സ്ഥാനത്തിനോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനോ പോലെയുള്ള ഒരു സമരമല്ല. ഈ രാജ്യത്തെ അവർണരായ, നീതി നിഷേധിക്കപ്പെട്ട സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സെക്രട്ടേറിയറ്റ് വളയാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ആ സമര പരിപാടിയിലേക്കും അതുപോലെയുള്ള തത്തുല്യമായിട്ടുള്ള ഈ പോരാട്ടത്തിലേക്കും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയം തുറന്ന് ക്ഷണിക്കുകയും, നാം തിരിച്ചറിവ് നേടിയെടുത്ത് നമ്മുടെ കൈകാലുകളിലെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് ഉറക്കെ ഉറക്കെ ആകാശം പ്രതിധ്വനിക്കുമാർ ഇൻഖിലാബ് മുഴക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കൊരായിരം വിപ്ലവാഭിവാദ്യങ്ങൾ.